നമസ്കാരം. തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് സീനിയർ ഡെപ്യൂട്ടി ചീഫ് അക്കൌണ്ട്സ് ഓഫീസർ തസ്തികയിലേക്ക് പുതിയ നിയമന വിജ്ഞാപനം പുറത്തിറക്കി. യോഗ്യരും താൽപര്യവുമുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഓൺലൈൻ അപേക്ഷകളാണ് ക്ഷണിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഒരു ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഈ തസ്തികയിലേക്ക് ഏപ്രിൽ 16 വരെ അപേക്ഷ സമർപ്പിക്കാം. കേരളത്തിലെ കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തസ്തികയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 80,000 രൂപ മുതൽ 2,20,000 രൂപ വരെയാണ് ശമ്പളമുള്ളത്. ഇതൊരു കേന്ദ്ര സർക്കാർ ജോലിയാണ്. നേരിട്ടുള്ള നിയമനവുമാണ്. താൽപര്യമുള്ളവർക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കാവുന്നത്. അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 42 വയസ്സാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യയിലോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൌണ്ട്സ് ഓഫ് ഇന്ത്യയിലോ അംഗത്വം ഒരു പ്രധാന യോഗ്യതയാണ്. അതുകൂടാതെ ധനകാര്യം, അക്കൌണ്ടിംഗ് എന്നീ മേഖലകളിൽ ഏതെങ്കിലും വ്യാവസായിക, വാണിജ്യ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ എക്സിക്യൂട്ടീവ് കേഡറിൽ 12 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ചോദിക്കുന്നത്. ഈ നിയമനത്തിന് അപേക്ഷാ ഫീസ് ഇല്ല. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എഴുത്തുപരീക്ഷ, ഗ്രൂപ്പ് ചർച്ച, അവതരണം ഉണ്ടെങ്കിൽ അത്, വ്യക്തിഗത അഭിമുഖം എന്നിവയുണ്ടായിരിക്കും. അന്തിമ തെരഞ്ഞെടുപ്പിൽ എഴുത്തുപരീക്ഷയ്ക്ക് 85% വെയിറ്റേജ് ഉണ്ട്. അഭിമുഖത്തിന് 15% വെയിറ്റേജ് നൽകും. ഇത് ഉദ്യോഗാർത്ഥികളുടെ കഴിവുകൾ സമഗ്രമായി വിലയിരുത്തുന്നതിനുള്ള ഒരു മാർഗമാണ്. അപേക്ഷിക്കാൻ താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ www.cochinport.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. അതിനുശേഷം റിക്രൂട്ട്മെന്റ്, കരിയർ അല്ലെങ്കിൽ അഡ്വർടൈസിംഗ് മെനു എന്ന ഭാഗത്ത് സീനിയർ ഡെപ്യൂട്ടി ചീഫ് അക്കൌണ്ട്സ് ഓഫീസർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം കണ്ടെത്തി ഡൗൺലോഡ് ചെയ്യാം. വിജ്ഞാപനം ശ്രദ്ധാപൂർവം വായിച്ച് എല്ലാ യോഗ്യതാ മാനദണ്ഡങ്ങളും മനസ്സിലാക്കുക. ഓൺലൈൻ അപേക്ഷാ ലിങ്ക് ഉപയോഗിച്ച് ആവശ്യമായ വിവരങ്ങൾ തെറ്റുകൂടാതെ പൂരിപ്പിക്കണം. വിജ്ഞാപനത്തിൽ ആവശ്യപ്പെട്ട ഫോർമാറ്റിലും വലിപ്പത്തിലുമുള്ള എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യണം. സമർപ്പിക്കുന്നതിന് മുമ്പ് പൂരിപ്പിച്ച വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അപേക്ഷ സമർപ്പിക്കുക. ഭാവിയിലെ ആവശ്യങ്ങൾക്കായി സമർപ്പിച്ച അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.